ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ +1 മോഡൽ എക്സാമിൻ്റെ +1 മാത്സ് മോഡൽ എക്സാമിൻ്റെ ആൻസർ കീയാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മക്കളെ, നിങ്ങൾ മോഡൽ എക്സാമൊക്കെ ഈസി ആയിരുന്നു? ക്വസ്റ്റ്യൻസൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നിയത്? നന്നായിട്ട് എഴുതാൻ പറ്റിയോ? ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടപ്പോൾ ഡിഫിക്കൽട്ടായിട്ടാണോ തോന്നിയത്? അതോ കുറച്ചൊന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സൊക്കെ മനസ്സിലേക്ക് ഓടി വന്നു? എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ക്വസ്റ്റ്യൻസുകളെല്ലാം അത്ര ഈസി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന സിലബസിലുള്ള ക്വസ്റ്റ്യൻസുകൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്നാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അല്ല, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന അതേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലാണ്ട് ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഓരോരോ കൺസെപ്റ്റുകളും കൃത്യമായി മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ കൺസെപ്റ്റുകളും വെറുതെ ഇക്വേഷൻസുകളിൽ മാത്രം പഠിച്ചുകൊണ്ട് എഴുതുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും. മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അത് മാത്രമൊക്കെ പഠിച്ചുകൊണ്ട് പോയവർക്കാണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഓരോ കോൺസെപ്റ്റുകളും ഓരോ ചാപ്റ്ററിൽ പറയുന്ന കോൺസെപ്റ്റുകളും മാത്രം പഠിച്ചവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടും ഉണ്ടാകും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എപ്പോഴും നന്നായി വായിക്കാൻ ശ്രമിക്കുക. ഞാൻ അതേ ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴും നോട്ട് ബുക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് എക്സാം എഴുതരുത്. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചതിന് ശേഷം ഓരോ കോൺസെപ്റ്റുകളും അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എക്സാമിനേഷന് പോവുക. പബ്ലിക് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പബ്ലിക് എക്സാമിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ച് നോക്കുക. കാരണം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ടാണ് ചെറിയ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും മറ്റും ഒക്കെ വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് വെറുതെയെങ്കിലും ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന തിയറംസ്, റിമാർക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം എക്സാമിനേഷന് പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ മേടിക്കാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ പോലും മിസ് ചെയ്യാതെ എല്ലാ മാർക്കും സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. എന്തായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സോ ഫസ്റ്റ് സെക്ഷനിൽ ആൻസർ ഇനി 6 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 8 ഈച്ച് ക്യാരീസ് 3 സ്കോർ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് കൺസിഡർ ദ റിലേഷൻ r = set xy such that xy belongs to z and xy = 4 defined on integers. First question domain, second question range, third question number of elements. സോ തന്നിരിക്കുന്ന റിലേഷൻ എഴുതാം. r = set xy such that xy belongs to z. z എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൽ നിന്നുള്ള എലമെൻറ്റ്സ് ആണ് xy എന്നുള്ളത്. ഇപ്പോൾ xy = 4 എന്ന കണ്ടീഷൻ തന്നിട്ടുള്ളത്. xy = 4 എന്ന് പറയുമ്പോൾ എക്സും വൈയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടണം. സോ ആ രീതിയിൽ വേണം നമ്മൾ എക്സും വൈയും എഴുതാൻ. സോ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുന്നത് എന്ന് നോക്കാം. സോ 1 × 4 എന്ന് പറയുമ്പോൾ 4, സോ നമുക്ക് 1 4 എന്നുള്ള പേര് എഴുതാം. അതുപോലെ 2 × 2 4, സോ 2 2 എന്നുള്ള പേര് എഴുതാം. അതുപോലെ -1 × -4 എന്ന് പറയുമ്പോഴും നമുക്ക് 4 ആണ്. സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ്. സോ -1ഉം -4ഉം നമുക്ക് എടുക്കാം. സോ -1 × -4 = 4. അടുത്ത എലമെൻറ്റ് ഇതൊക്കെ തന്നെ നമുക്ക് തിരിച്ചെഴുതാം. 4 × 1 എഴുതാം. അതുപോലെ -4 × -1 എന്നും എഴുതാം. സോ ടോട്ടൽ 5 എലമെൻറ്റ്സ് നമുക്ക് കിട്ടും. ഇനി ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഡൊമെയിൻ മീൻസ് ഇറ്റ് ഇസ് ദ എക്സ് വാല്യൂസ്. സോ എക്സ് വാല്യൂസ് എഴുതുമ്പോൾ 1 2 വരും, അതുപോലെ -1 വരും, 4 വരും, -4 വരും. 5 എലമെൻറ്റ്സ് എഴുതാം. റേഞ്ച് എന്ന് പറയുമ്പോഴും അത് തന്നെ 4 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, -4 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്, -1 വരുന്നുണ്ട്. സോ അതേ എലമെൻറ്റ്സ് തന്നെ നമുക്ക് റേഞ്ച് ആയിട്ടും കിട്ടും. ഇനി ഇതിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ 5 എലമെൻറ്റ്സ് ആണുള്ളത്. സോ നമ്പർ ഓഫ് എലമെൻറ്റ്സ് = 5 എന്ന് ആൻസർ എഴുതാം. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ കൺസിഡർ ദ ഫോളോയിങ് ഫിഗർ തന്നിട്ടുണ്ട്. ഇവിടെ ഇതൊരു യൂണിറ്റ് സർക്കിളാണ്. പോയിന്റ് തന്നിട്ടുണ്ട് a = 1 0. സോ ഈ പോയിന്റ് 1 ആയതുകൊണ്ട് ഈ റേഡിയസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം 1 ആണെന്ന്. പിന്നെ അതുപോലെ ആംഗിൾ തന്നിട്ടുണ്ട് 150. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ റേഡിയൻ മെഷർ ഓഫ് ആംഗിൾ AOB. ആംഗിൾ AOB മീൻസ് ഇറ്റ് ഇസ് 150 ഡിഗ്രി. റേഡിയൻ മെഷർ കാണാൻ പറഞ്ഞിട്ടുണ്ട്. റേഡിയൻ മെഷർ കാണാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 150 × π/180 നമുക്ക് 0 0 ക്യാൻസൽ ചെയ്യാം. സോ 15 × π/18 എന്ന് വരും. അത് വീണ്ടും റെഡ്യൂസ് ചെയ്താൽ 5π/6 എന്ന് കിട്ടും. ഓക്കെ, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എപ്പോഴും ആലോചിക്കുക, അത് തന്നിരിക്കുന്നത് ഡിഗ്രി മെഷറാണ്. ഡിഗ്രി മെഷറിനെ റേഡിയൻ മെഷറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി റേഡിയൻ മെഷറിനെ ഡിഗ്രി മെഷറിലേക്കാണെന്നുണ്ടെങ്കിൽ ഇൻറ്റു 180/π കൊണ്ട് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് റേഡിയൻ മെഷറിലാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ റേഡിയൻ എന്നുള്ള വാല്യൂ നമുക്ക് ആൻസറിൽ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ π എന്നുള്ളത് മുകളിലായിരിക്കും, ന്യൂമറേറ്ററിലായിരിക്കും എന്ന് ആലോചിക്കുക. ഇനി തിരിച്ച് റേഡിയൻ മെഷറിന് ഡിഗ്രി മെഷറിലേക്കാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 180/π കൊണ്ടാണ്. കാരണം ആ പൈ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ആ പൈ എന്ന് പറയുന്നത് എവിടെ കിടക്കണം? ഡിനോമിനേറ്ററിൽ കിടക്കണം. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, റേഡിയൻ മെഷറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു π/180, തിരിച്ചാണെന്നുണ്ടെങ്കിൽ 180/π കൊണ്ട് ചെയ്യുക.
1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ബി. ഈ ഫിഗർ നോക്കിയിട്ട് ബിയുടെ കോർഡിനേറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എയുടെ കോർഡിനേറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട് 1 0. സോ നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 1. ബിയുടെ കോർഡിനേറ്റ്സ് എഴുതാൻ x = r cos θ, അതുപോലെ y = r sin θ. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇതിൽ r എന്ന് പറയുന്ന റേഡിയസ് 1 ആണ്, തീറ്റ എന്ന് പറയുന്നത് 150 ഡിഗ്രി. സോ x = 1 × cos 150 എന്ന് എഴുതാം. അതായത് cos of 90 + 60 എന്ന് എഴുതാം. ഇനി cos 90 + 60 എന്ന് പറയുമ്പോൾ അതിവിടെ വരുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ മീൻസ് കോസ് നെഗറ്റീവാണ്. സോ മൈനസ് sin 60 എന്ന് എഴുതാം, ഈക്വൽ ടു നെഗറ്റീവ് √3/2. sin 60യുടെ വാല്യൂ √3/2. ഇനി y കാണാൻ y = r sin θ എന്നുള്ള ഇക്വേഷൻ, അതിൽ r = 1 ആയതുകൊണ്ട് y = 1 sin 150 എന്ന് എഴുതാം, ഈക്വൽ ടു സൈൻ 150നെ വീണ്ടും 90 + 60 എന്ന് എഴുതാം, ഈക്വൽ ടു സെക്കൻഡ് ക്വാർട്ടറിൽ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. സോ cos 60 എന്ന് എഴുതാം, ഈക്വൽ ടു 1/2 എന്ന് ആൻസർ എഴുതും. സോ കോർഡിനേറ്റ്സ് ഓഫ് ബി നെഗറ്റീവ് √3/2 1/2. ഈ ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു ഐഡിയ അറിയുന്നവർക്ക്, അതായത് ഒരു കോർഡിനേറ്റ് നമുക്കിവിടെ കണ്ടുപിടിക്കാനാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് r cos θ r sin θ ഈ രീതിയിൽ എഴുതാമെന്ന് അറിയുന്നവർക്ക് കോർഡിനേറ്റ്സ് ഇതേ രീതിയിൽ ഇക്വേഷനൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ പെട്ടെന്ന് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലോട്ട് ഈ ഐഡിയ പോയിട്ടുണ്ടാവില്ല. കൃത്യമായ കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവില്ല. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ വേർഡ് അസോസിയേഷൻ, ഫൈൻഡ് ഹൗ മെനി ഡിഫറെൻറ്റ് വേയ്സ് ക്യാൻ ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ബി അറേഞ്ച്ഡ്. 1 മാർക്ക്. അസോസിയേഷൻ എന്നാണ് വേർഡ് തന്നിട്ടുള്ളത്. അതിൽ ഓരോ ലെറ്റേഴ്സും റിപ്പീറ്റ് ചെയ്യുന്നത് എത്രയാണെന്ന് നോക്കുക. എ എന്ന് പറയുന്നത് 2 ടൈംസ്, എസ് എന്ന് പറയുന്നത് 2 ടൈംസ്, ഒ എന്ന് പറയുന്നത് 2 ടൈംസ്, ഐ എന്ന് പറയുന്നത് 2 ടൈംസ് വരുന്നുണ്ട്. അതുപോലെ സി, ടി, എൻ ഇതൊക്കെ 1 ടൈംസ് ആണ് വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എന്ന് പറയുന്നത് 11. സോ 11 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോ ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കുക. എ 2 ടൈംസ് ആയതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എസ്, ഒ, ഐ ഇത് 4ഉം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. എത്ര തവണയാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് ഡിനോമിനേറ്ററിൽ എഴുതാം ഓരോന്നും. സോ ഓരോന്നും 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് ആ 2 ടൈംസ് 2 ഫാക്ടോറിയൽ നമ്മളിങ്ങനെ ഡിനോമിനേറ്ററിൽ റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ഇത്രയും എഴുതിയാലും മതി. ഇനി പറ്റുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫൈനൽ ആൻസറും കൂടി കണ്ടുപിടിക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ തന്നെ, ഹൗ മെനി ഓഫ് ദീസ് വേർഡ്സ് ഹാവ് ഓൾ വവൽസ് ടുഗദർ. സോ ആ വേർഡ്സിൽ വവൽസ് ഒന്ന് നോക്കുക. വവൽസ് വരുന്നത് എ, ഐ, ഒ, ഒ. ഈ 6 ലെറ്റേഴ്സാണ് വവൽസ്. ഈ 6 ലെറ്റേഴ്സും കൂടി ഒരു ലെറ്ററായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ബാക്കി 5 ലെറ്റേഴ്സ് ഒരു ലെറ്ററും, ബാക്കി 5 ലെറ്റേഴ്സ് 5 ലെറ്റേഴ്സായിട്ടും. സോ ടോട്ടൽ 1 + 5 എന്ന് പറയുമ്പോൾ 6 ലെറ്റേഴ്സ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ അറേഞ്ച്മെൻറ്റ്സ് കണ്ടുപിടിക്കുന്നത്. സോ ടോട്ടൽ 6 ലെറ്റേഴ്സ്. സോ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഇതിൽ എസ് എന്നുള്ളത് 2 ടൈംസ് വരുന്നുണ്ട്, എസ് എന്ന്. സോ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് ചെയ്യാം, ഇൻറ്റു ഈ വവൽസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വവൽസിൽ ഇതിൽ 6 ലെറ്റേഴ്സാണ്. സോ 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ഓരോന്നും 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x + 1/x ഹോൾ ടു ദ പവർ 6. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, റേസ് ടു 6 ആണ് ചോദിച്ചിട്ടുള്ളത്. സോ a + b റേസ് ടു 6ൻ്റെ ഇക്വേഷൻ അറിയണം. a + b റേസ് ടു 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ എഴുതാം. a റേസ് ടു 6 + 6 a റേസ് ടു 5b + 15 a റേസ് ടു 4b² + 20 a³ b³ + 15 a² b റേസ് ടു 4 + 6 ab റേസ് ടു 5 + b റേസ് ടു 6. ഇങ്ങനെ ഇത് എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാസ്കൽസ് ട്രയാങ്കിൾ ജസ്റ്റ് സൈഡിൽ എഴുതി നോക്കാം. വർക്കിംഗ് കോളത്തിൽ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയാൽ പെട്ടെന്ന് എഴുതാൻ കിട്ടും. അതായത് 1 1 1, പിന്നെ ഈ 1 + 1 ആഡ് ചെയ്താൽ നമുക്ക് 2 കിട്ടും. സോ 1 2 1 എന്ന് എഴുതാം. വീണ്ടും 1 എഴുതാം. 1 + 2 ആഡ് ചെയ്താൽ 3, 2 + 1 ആഡ് ചെയ്താൽ 3, പിന്നെ 1 എഴുതാം. വീണ്ടും 1 എഴുതാം. 1 + 3 എന്ന് പറയുമ്പോൾ 4 വരും. 3 + 3 എന്ന് പറയുമ്പോൾ 6 വരും. 3 + 1 എന്ന് പറയുമ്പോൾ 4 വരും. വീണ്ടും 1 എഴുതാം. വീണ്ടും 1 + 4 എന്ന് പറയുമ്പോൾ 5, 4 + 6 എന്ന് പറയുമ്പോൾ 10, 6 + 4 എന്ന് പറയുമ്പോൾ 10, 4 + 1 5. വീണ്ടും 1 എഴുതാം. വീണ്ടും 1 എഴുതാം. 1 + 5 എന്ന് പറയുമ്പോൾ 6, പിന്നെ അതുപോലെ 5 + 10 എന്ന് പറയുമ്പോൾ 15, 10 + 10 20, 10 + 5 15, 5 + 1 6, പിന്നെ 1. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ കോഎഫിഷ്യൻസ്. a + b റേസ് ടു 6ൻ്റെ കോഎഫിഷ്യൻ്റ് വരെ ഇതായിരിക്കും. 1 6 15 20 15 6 1. അപ്പോൾ ആ രീതിയിൽ എഴുതാം. ഇത് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇത് a + b സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ്, ഇത് a + b ഹോൾ റേസ് ടു 3, a + b ഹോൾ ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ്, ഇത് a + b ഹോൾ റേസ് ടു 4ൻ്റെ കോഎഫിഷ്യൻറ്റ്, ഇത് a + b റേസ് ടു 5ൻ്റെ കോഎഫിഷ്യൻറ്റ്. ഇത് അറിയില്ലെങ്കിൽ ഇതേ രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയിട്ട് പെട്ടെന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇത് ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കാം. ഓക്കെ, സോ ഇതിന് a + b റേസ് ടു 6 എഴുതി. അതിനുശേഷം x + 1/x ഹോൾ റേസ് ടു 6. a എന്നുള്ളതിന് x എന്ന് കൊടുക്കുക. അതുപോലെ b = 1/x എന്നെടുക്കാം. സിംപ്ലിഫൈ ചെയ്താൽ x റേസ് ടു 6 + 6 × x റേസ് ടു 5 × 1/x + 15 × x റേസ് ടു 4 × 1/x² + 20 × x³ × 1/x ഹോൾ ക്യൂബ് + 15x² × 1/x റേസ് ടു 4 + 6 ×
എക്സ് ഇൻറ്റു 1/x⁵5 പ്ലസ് 1/x⁵6. ഒന്നും കൂടി ചെറുതാക്കിയാൽ x⁵6 പ്ലസ് 6x⁴ പ്ലസ് 15x² പ്ലസ് 20 പ്ലസ് 15/x² പ്ലസ് 6/x⁴ പ്ലസ് 1/x⁵6 എന്ന് ഫൈനൽ ആൻസർ കിട്ടും. ഇനി ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ് കാണാനാണ്. ഇതിൽ എക്സ് ഇല്ലാത്ത ഒരേ ഒരു ടേം ഉള്ളൂ 20. സോ നമുക്ക് ആൻസർ 20 എന്ന് എഴുതാം. ഇത്രയുമാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2, 0 ആൻഡ് പാരലൽ ടു വൈ ആക്സിസ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ കാണണം, പാരലൽ ടു വൈ ആക്സിസ് ആണ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു വൈ ആക്സിസ് എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ എഴുതാം. അതായത് ലൈൻ പാസ് ചെയ്യുന്നത് 2, 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ്. സോ എക്സ് ഈക്വൽ ടു 2 എന്ന് നമുക്ക് ആൻസർ എഴുതാം, ഓർ x-2 ഈക്വൽ ടു 0. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇനി അതിൽ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് -1, 1 ഫ്രം ദ ലൈൻ 2 × x + 6 + 5 × y - 6. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു ഇക്വേഷൻ ഓഫ് ദ ലൈനിൻ്റെ രൂപത്തിൽ നമ്മൾ എഴുതണം. അതായത് ഈ ഇക്വേഷൻ ഒന്ന് റെഡ്യൂസ് ചെയ്താൽ 12 × x + 6 നമുക്ക് 12x + 72 എന്ന് എഴുതാം, പ്ലസ് 5y - 10 എന്ന് എഴുതാം. അതിന് 12x - 5y + 72 + 10 എന്ന് എഴുതാം, ഈക്വൽ ടു 0. സോ 12x - 5y + 82 ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ ലൈനിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് -1, 1 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് തന്നിട്ടുള്ളത് -1, 1 എന്നാണ്. സോ ഈ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എഴുതാം, a × x1 + by1 + c √a² + b². അതിൽ x1 y1 എന്നുള്ളത് -1, 1 എന്നെടുക്കാം. സോ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ 12 × എക്സിൻ്റെ പ്ലേസിൽ -1 എഴുതാം, -5 × വൈയുടെ പ്ലേസിൽ 1 കൊടുക്കുക, പ്ലസ് 81 ഹോൾ ഡിവൈഡഡ് ബൈ √ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 12 ആണ്. സോ 12² + 5² കാണാം. ഓക്കെ, സോ ഇനി 12² + 5² എന്ന് പറയുമ്പോൾ 144 + 25 169 വരും. √169 എന്ന് പറയുമ്പോൾ 13 എഴുതാം. ന്യൂമറേറ്റർ സിംപ്ലിഫൈ ചെയ്താൽ 65 ആൻസർ കിട്ടും. സോ 65/13 ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 എന്ന് ആൻസർ കിട്ടും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫ്രം ദ എലിപ്സിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഫോസൈ, വെർട്ടിസസ്, ലാറ്റസ്, റെക്ടം, എക്സെൻട്രിസിറ്റി എല്ലാതും കാണണം. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ ഡിഫിക്കൽട്ടൊന്നും ഇല്ലാതെ നമുക്ക് 3 മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. സോ തന്നിരിക്കുന്ന ഇക്വേഷൻ എഴുതാം, x² / 36 + y² / 16 ഈക്വൽ ടു 1. അതിന് a² ഈക്വൽ ടു 36 ആണ്, അതായത് a ഈക്വൽ ടു 6 എന്ന് എഴുതാം. b ഈസ് ഈക്വൽ ടു 16 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ b ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഇനി എലിപ്സിൻ്റെ കേസിൽ c² ഈക്വൽ ടു a² - b² എന്നാണ്. സോ 36 - 16 എന്ന് പറയുമ്പോൾ 20 എന്ന് വരും. സോ c ഈക്വൽ ടു √20 എന്ന് എഴുതാം. ഇനി ഫോസൈ കാണാനുള്ള ഇക്വേഷൻ +or - c0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ +or - √20 എന്ന് കിട്ടും. വെർട്ടിസസ് കാണുന്നുണ്ടെങ്കിൽ +or - a0, സോ +or - 60 എന്ന് ആൻസർ എഴുതാം. ഇനി ലെങ്ത് ഓഫ് ദ ലാറ്റസ് റെക്ടം കാണാൻ 2b²/a. സോ 2 × b² എന്ന് പറയുമ്പോൾ 16. സോ 2 × 16/6 എന്ന് എഴുതാം, ഈക്വൽ ടു 32/6 ഓർ 16/3 എന്ന് ആൻസർ കിട്ടും. എക്സെൻട്രിസിറ്റി കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു c/a ഈക്വൽ ടു √20/6 എന്ന് ആൻസർ എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുത്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 7th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 364 ഫ്രം XY പ്ലെയിൻ. ഇതും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഈ പോയിന്റിൽ നിന്ന് XY പ്ലെയിനിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ XY പ്ലെയിനിലോട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്ന പോയിന്റ് 360, അതായത് സെഡ് കോർഡിനേറ്റ് XY പ്ലെയിൻ എന്ന് പറയുമ്പോൾ സെഡ് കോർഡിനേറ്റ് 0 ആയിരിക്കും. സോ 360 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും അതിൻ്റെ ഫൂട്ട് ഓഫ് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നത്. സോ ഈ ഡിസ്റ്റൻസ് കണ്ടാൽ മതി, അതായത് PQ എന്നുള്ള ഡിസ്റ്റൻസ് കാണാൻ ഈ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി, 364 360. അപ്പോൾ അത് കാണുമ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കാണുമ്പോൾ ഈസി ആയിട്ട് 3 - 3² + 6 - 6² + 4 - 0 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് √16 വരും, ഈക്വൽ ടു 4 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കിയവർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഏത് പോയിന്റാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. XY പ്ലെയിനിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ സെഡ് കോർഡിനേറ്റ് 0 എന്ന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ 2 പോയിന്റ്സുകൾ 36 എന്നുള്ളത് ചിലപ്പോൾ കിട്ടിക്കാണില്ല. എന്തായാലും ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്, വെർട്ടിസസ് ഓഫ് എൻ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പ്രൂവ് ചെയ്യണം. സോ 3 പോയിന്റ്സ് എഴുതുക, ABC എന്ന് പറഞ്ഞിട്ട് 3 പോയിന്റ് എടുക്കുക. AB കാണാം, BC കാണാം, AC കാണാം. ടെക്സ്റ്റ് ബുക്കിൽ അതേ ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് AB കാണുമ്പോൾ √18 എന്ന് വരും, അതുപോലെ BC കാണുമ്പോൾ √18 തന്നെ വരും, അതുപോലെ AC കണ്ടാൽ 6 വരും. ഇതിൽ 2 സൈഡ് മാത്രമാണ് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യുക. ഐസോസിലസ് എന്ന് പറയുമ്പോൾ ഓൺലി 2 സൈഡ്സ് ആർ ഈക്വൽ. ഈക്വലാറ്ററൽ ആണെങ്കിൽ 3 സൈഡും ഈക്വൽ ആയിട്ട് കിട്ടും. ഇവിടെ 2 സൈഡ് മാത്രം ഈക്വൽ ആയതുകൊണ്ട് AB ഈക്വൽ ടു BC എന്ന് എഴുതാം. ദെർഫോർ ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ 8th ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് റേസ് ടു എൻ മൈനസ് 2 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഈക്വൽ ടു 80. ഫൈൻഡ് ദ വാല്യൂ ഓഫ് എൻ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇക്വേഷൻ കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ഈ ഇക്വേഷൻ എന്തായാലും പഠിച്ചെടുക്കാം കേട്ടോ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എക്സ് റേസ് ടു എൻ മൈനസ് 2 റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇതിനെ നമുക്ക് എൻ ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതാം. സോ എൻ ഇൻറ്റു 2 റേസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു തന്നിരിക്കുന്ന വാല്യൂ കൊടുക്കുക 80. 80നെ അതേപോലെ ഫാക്ടറൈസ് ചെയ്താൽ നമുക്ക് 2 റേസ് ടു 4 ഇൻറ്റു 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5 ഇൻറ്റു 2 റേസ് ടു 4 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ സോ 2 റേസ് ടു എൻ മൈനസ് 1, സോ 2 റേസ് ടു 4 എൻ ഇൻറ്റു, സോ 5 ഇൻറ്റു, സോ എന്നിൻ്റെ വാല്യൂ എത്രയാണ് 5. ഒക്കെ ജസ്റ്റ് കമ്പയർ ചെയ്തിട്ട് എൻ ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി അതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു കോസ് 2x. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് കാണാനാണ്. സോ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ എക്സ് ഇൻറ്റു, ഈ ഭാഗം ഡിനോമിനേറ്റർ ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 1 ബൈ കോസ് 2x എന്ന് സെപ്പറേറ്റ് എഴുതുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ പൈ എക്സ്, ഇത് നമുക്കറിയാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്, അതിൻ്റെ വാല്യൂ 1 ആണ്. സോ അതേ രീതിയിൽ ഇതിനെ മാറ്റി എഴുതുമ്പോൾ ഇവിടെ ഒരു പൈ നമ്മൾ എക്സ്ട്രാ കൊടുക്കുക. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ഇവിടെ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ രീതിയിൽ കിട്ടും. പൈ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പൈനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. സോ പൈ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സൈൻ പൈ എക്സ് ബൈ പൈ എക്സ്, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ പൈ ഇൻറ്റു 1 എന്ന് എഴുതാം. ഇൻറ്റു ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 ബൈ കോസ് 0 എന്ന് വരും. കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ പൈ ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് ആൻസർ കിട്ടും. മൾട്ടിപ്ലൈ ചെയ്താൽ പൈ എന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് എഴുതാം. ഇത്രയുമാണ് ഫസ്റ്റ് സെക്ഷൻ 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്. റിമൈനിങ് ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ഇതേ രീതിയിൽ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്